പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ. ഇന്നത്തെ ഒന്നാം വായനയിൽ മോശ ജനത്തോട് പറഞ്ഞു, ഈ നിയമഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്ന എല്ലാ കൽപ്പനകളും ചട്ടങ്ങളും അനുസരിക്കുന്നതിനായി നീ നിന്റെ ദൈവമായ കർത്താവിന്റെ വാക്ക് കേൾക്കുകയും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും കൂടി അവിടുത്തെ നേർക്ക് തിരിയുകയും ചെയ്യുമെങ്കിൽ മാത്രമേ കർത്താവ് നിങ്ങളെ എല്ലാ പ്രയത്നങ്ങളിലും സമൃദ്ധമായി അനുഗ്രഹിക്കും. വചനം നിനക്ക് സമീപസ്ഥമാണ്, അത് നിന്റെ അധരത്തിലും ഹൃദയത്തിലുമുണ്ട്, അത് പ്രാവർത്തികമാക്കുവാൻ നിനക്ക് കഴിയും. നാം ദൈവത്തിന്റെ കൽപ്പനകളും ചട്ടങ്ങളും അനുസരിച്ച് ജീവിക്കാം. ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും കൂടി മാനസാന്തരപ്പെട്ട് ജീവിക്കാം. അപ്പോൾ ദൈവത്തിന്റെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ പ്രവഹിക്കുന്നത് നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കും. ദൈവവചനം വായിക്കാം, ധ്യാനിക്കാം, ജീവിതത്തിൽ പ്രാവർത്തികമാക്കാം. ഇന്നത്തെ രണ്ടാം വായനയിൽ വിശുദ്ധ പൗലോസ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് യേശു ക്രിസ്തു അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിരൂപവും എല്ലാ സൃഷ്ടികൾക്കും മുമ്പുള്ള ആദ്യജാതനുമാണ്. എല്ലാം യേശു ക്രിസ്തുവിലൂടെയും യേശു ക്രിസ്തുവിന് വേണ്ടിയും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. യേശു ക്രിസ്തു സഭയാകുന്ന ശരീരത്തിന്റെ ശിരസ്സാണ്. യേശു ക്രിസ്തുവിലൂടെ സ്വർഗത്തിലെയും ഭൂമിയിലെയും എല്ലാ വസ്തുക്കളും ദൈവത്തോട് അനുരഞ്ജിക്കുകയും യേശുവിന്റെ കുരിശിൽ ചിന്തിയ രക്തം വഴി സമാധാനം സ്ഥാപിക്കുകയും ചെയ്തു. തിരുസഭയുടെ ശിരസ്സായ യേശു ക്രിസ്തുവിനെ നമുക്ക് സ്നേഹിച്ച് തിരുസഭയുടെ അംഗമായി തിരുസഭയെ വളർത്താം. യേശുവിനോട് നന്ദിയുള്ളവരാകാം. യേശു നമുക്ക് വേണ്ടി കുരിശുമരണം വരിച്ചു നമ്മെ രക്ഷിച്ചു. നാമും സ്വർഗത്തിന് നിറയെ ആത്മാക്കളെ നേടുവാൻ മാതൃകാ ജീവിതം നയിക്കാം. ഇന്നത്തെ സുവിശേഷത്തിലൂടെ യേശു നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത് നാം ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും സ്നേഹിക്കാനും നമ്മുടെ അയൽക്കാരെ സ്നേഹിക്കാനും തന്നെ. സമരിയാക്കാരന്റെ ഉപമയിലൂടെ നാം മനസ്സിലാക്കുന്നത് നമ്മുടെ ആവശ്യങ്ങൾക്ക് അർഹരാകുന്നവരാണ് നമ്മുടെ അയൽക്കാർ. അവശ്യരുടെയും പാവപ്പെട്ടവരുടെയും പക്ഷം ചേർന്ന് ജീവിക്കാം. അവരുടെ ആവശ്യങ്ങളിൽ കണ്ണടയ്ക്കാതെ അവരെ സഹായിക്കാം. നമ്മുടെ സമ്പത്തും കഴിവും ശക്തിയും ബുദ്ധിയും സാന്നിധ്യവും മറ്റുള്ളവർക്ക് വേണ്ടി ഉപയോഗിക്കാം. ദൈവത്തിന്റെ മുഖം അപരനിൽ ദർശിച്ച് ദൈവത്തെയും അപരനെയും സ്നേഹിച്ച് സേവിച്ചും ജീവിക്കാം. അതിനായിട്ടുള്ള കൃപാവരങ്ങൾ പിതാവായ ദൈവം നമ്മൾക്ക് ഓരോരുത്തർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.